ഹായ് അസ്സലാമു അലൈക്കും. അബുദാബി വന്നിട്ട് ഞങ്ങൾക്ക് മിസ് ചെയ്തൊരു സംഭവമാണ് മന്തി എന്ന് പറയുന്നത്. നല്ലൊരു മന്തി ഇതുവരെ ഞങ്ങൾക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇക്കാൻ്റെ ഫ്രണ്ട്സ് വഴി ഞങ്ങളൊരു ഷോപ്പ് പറഞ്ഞിട്ട് അവിടെ നല്ല അറബിക് റൈസ് ഉണ്ട്, മന്തി പോലിനേക്കാൾ സൂപ്പറാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് പോവാണ്. ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു ഷോപ്പ് തന്നെ കേട്ടോ, ഗുഡ് ബർഗർ എന്നാണ് ഷോപ്പിൻ്റെ പേര്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് മന്തി റൈസ് പോലെ തന്നെയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോയി കഴിച്ചു നോക്കാം. അപ്പം ഞങ്ങൾ പോവാണ്. ഇവിടുന്ന് ഏകദേശം ഞങ്ങൾ നിൽക്കുന്നിടത്തുനിന്ന് ഒരു 5 to 10 minutes പോകാനുണ്ട്. അപ്പൊ ഞങ്ങൾ ടാക്സിക്ക് പോകാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ മോള് ഫുൾ എക്സൈറ്റഡ് ആണ്. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഫൈനലി ഷോപ്പിലെത്തിയിട്ടുണ്ട്. ഇതാണ് ഗുഡ് ബർഗർ എന്ന് പറഞ്ഞ ഷോപ്പ്. ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അറബിക് റൈസും അൽഫാമും ആണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. പിന്നെ അതിനുവേണ്ടി വെയിറ്റിംഗ് ആട്ടോ. ഫുഡ് ആവാൻ കുറച്ച് ടൈം എടുക്കുമെന്ന് പറഞ്ഞായിരുന്നു അവര്. അപ്പം ഞങ്ങൾ ഓർഡർ ഒക്കെ കൊടുത്തിട്ട് നല്ല വെയിറ്റിംഗ് ആണ്. പിഷമോൾക്കും അത്യാവശ്യം നന്നായി വിശന്നുണ്ട്. ഇപ്പം ലഞ്ചിന്റെ ടൈമും കൂടി ആയതുകൊണ്ട്. അപ്പോൾ അവള് അവിടെ ഇരുന്നിട്ട് എപ്പോഴാണ് വരിക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവളോട് ഇപ്പോൾ വരുന്നൊക്കെ പറഞ്ഞ് അവളെ അങ്ങ് സെറ്റാക്കി ഇരുത്തിയിരിക്കുകയാണ്. ടീഷമോൾക്ക് അത് അറബിക് റൈസും മന്തിയെല്ലാം ഒന്നാട്ടോ. അവള് മന്തി എന്നും പറഞ്ഞിരിക്കുന്നുണ്ട്. ഫുള്ളി എക്സൈറ്റഡ് ആയിട്ടാണ് അവളിരിക്കുന്നത്. ഞങ്ങൾക്ക് വെയിറ്റിങ്ങിൻ്റെ ടൈമിൽ അവർ സാലഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അതിൽ മുസമ്പി ഉണ്ട്, പിന്നെ കുക്കുംബർ ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്. ഇഷലിന് മുസമ്പി ഭയങ്കര ഇഷ്ടം. അപ്പോൾ അവൾ അത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പോകുന്നത് നല്ല വെയിലുള്ള സമയത്ത് ഏകദേശം ഒരു 2-2:30 മണിക്കാണ് ഞങ്ങൾ അവിടെ എത്തിയത്. നല്ല ചൂടുണ്ട്. അപ്പം കിട്ടിയ സാലഡ് നന്നായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും മാത്രമല്ല ഞാനും കഴിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ കാത്തിരുന്ന സാധനം വന്നിട്ടുണ്ട്. ഇതാണ് അറബിക് റൈസ് വിത്ത് അൽഫാം. ഇതിൻ്റെ കൂടെ മയോണൈസ് ഉണ്ട്, പിന്നെ അവരുടെ തന്നെ ഒരു സോസ് ഉണ്ട്, പിന്നെ യോഗട്ട് ഉണ്ട്. അപ്പം ഇനി ഞങ്ങൾ കഴിച്ചിട്ട് എങ്ങനെയുണ്ട് എന്ന് പറയാവേ. ചിക്കൻ ഇട്ടെടുത്താടി അൽഫാമും. നമ്മൾ വിചാരിച്ച പോലെയല്ല കേട്ടോ, സംഭവം പൊളിയാണ്. ഞങ്ങൾ ഇതിനു മുമ്പ് വേറെ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ മന്തി കഴിച്ചിട്ടുണ്ടായിരുന്നു. 1-2 പോയി കഴിച്ചായിരുന്നു. അതൊന്നും നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് തൃപ്തി ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത് കൊള്ളാം, പൊളി സാധനം. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അൽഫാം ആയിക്കോട്ടെ അതുപോലെ റൈസ് ആയിക്കോട്ടെ എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു. നന്നായി ആസ്വദിച്ച് കഴിക്കാൻ പറ്റി. അപ്പം അബുദാബിയിൽ ആദ്യമായിട്ട് വരുന്നവരോ അല്ലെങ്കിൽ അബുദാബിയിലുള്ളവരാണെങ്കിലും ഗുഡ് ബർഗറിൽ പോയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്യണേ. അത്രയും നല്ല ടേസ്റ്റാണ്. ഞങ്ങൾക്കിപ്പോൾ കാഴ്ചയിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു ടേസ്റ്റിലുള്ളൊരു ഫുഡാണ്. ഒരിക്കലും ഇവിടെ വന്ന് കഴിച്ച് നമുക്കതൊരു എന്താ പറയുക നഷ്ടമായി എന്ന് ഒരിക്കലും പറയില്ല. അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇവിടുത്തെ ഫുഡ്. പിന്നെ ഇവരുടെ തന്നെ ഒരു പ്രത്യേകതയാണ് ലൈവ് ഫിഷ് ഗ്രില്ല്, അതും ഉണ്ട്. അതേപോലെ വെറൈറ്റീസ് ഓഫ് മെനു അവർക്കുണ്ട്, ചിക്കനിലായിക്കോട്ടെ ഫിഷിലായിക്കോട്ടെ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഗുഡ് ബർഗറിൽ പോയിട്ട് ട്രൈ ചെയ്യുന്നത് നല്ലതാണ്. ഞങ്ങൾ പോയത് മദീന സായിദിന്റെ അടുത്തുള്ള ഗുഡ് ബർഗറിലാണ്. അവർക്ക് വേറെയും ഔട്ട്ലെറ്റുകൾ ഉണ്ട് എന്ന് പറഞ്ഞ്. അപ്പോൾ ജസ്റ്റ് എല്ലാവരും ഒന്ന് പോയിട്ട് നോക്കുക. ഇപ്പോൾ ഫുഡ് കഴിച്ച് ഞങ്ങൾ നേരെ വന്നത് അൽവാദയ്ക്കാണ്. നല്ലൊരു മൂവി ഉണ്ടെങ്കിൽ കാണാം, ഇല്ലെങ്കിൽ ഇവിടെ കൊണ്ട് പ്ലേ സ്റ്റേഷനിൽ പോവാന്ന് വെച്ചിട്ടാണ് വന്നത്. അപ്പം നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത 2 മൂവീസ് ഉണ്ട്, നുണക്കുഴിയും അതേപോലെ വാഴയും. നുണക്കുഴി ഞങ്ങൾ ഓൾറെഡി കണ്ടത്. അപ്പോൾ വാഴയ്ക്ക് കയറാമെന്നാണ് വിചാരിച്ചത്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട് കൂടെ ഉണ്ട്, ജോമോള്. അപ്പോൾ അവളെയും കൂടി വെയിറ്റ് ചെയ്യാണ്. എന്നിട്ട് പോയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾക്ക് മൂവി കയറാമെന്നാണ് വിചാരിച്ചത്. ഇപ്പൊ എവിടേക്കാ വന്നേക്കണേ? അൽവാദ മോൾക്ക് വന്നത് എന്തിനാ? എന്തിന്? സിനിമ കാണാനോ? അപ്പോൾ അത്രയ്ക്കുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്നത്തെ ഞങ്ങളുടെ കുറച്ച് ഫോട്ടോഷൂട്ടോടെ കാണിച്ചിട്ട് വീഡിയോ ഞങ്ങൾക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടെ ചെറുതായിട്ടൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പം ശരി, അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്.